ബോസ് മലയാളം 7ാം സീസണിലെ ഒട്ടേറെ മത്സരാർത്ഥികൾ ഇതിനോടകം മലയാളികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ട്. 5 വൈൽഡ് കാർഡ് എൻട്രികൾ കൂടി ഇപ്പോൾ വീട്ടിനുള്ളിൽ എത്തിയതോടെ മത്സരാർത്ഥികളുടെ ആവേശം കൂടിയിട്ടുമുണ്ട്. ഇപ്പോഴാ നിലവിലെ മത്സരാർത്ഥിയായ രേണുസുധിയെക്കുറിച്ച് എവിക്റ്റായി പോയ കലാഭവൻ സരിക പറഞ്ഞ വാക്കുകൾ ശ്രദ്ധ നേടുന്നു. രേണുസുധിയുടെ ഹൈജീൻ പ്രശ്നവും തലയിൽ പേനുണ്ടെന്ന് സഹമത്സരാർത്ഥി അനുമോൾ പറഞ്ഞതുമൊക്കെ നേരത്തെ വലിയ വിവാദമായിരുന്നു. ഇപ്പോഴാ ഇതിലും സരിക പ്രതികരിക്കുന്നു. ശരിക്കും രേണുസുധിക്ക് വയ്യ, കാൽ വിണ്ടുകീറി മരുന്ന് വെച്ചിട്ടുണ്ടവർ, അതാണ് അവരുടെ നടത്തത്തിലെ പ്രശ്നം. എന്നാൽ പക്ഷേ തനിക്ക് ഇന്നുവരേക്കും അവർക്കൊരു ഹൈജീൻ പ്രശ്നം ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല എന്നാണ് സരിക പറയുന്നത്. രേണുസുധിയുടെ നെറ്റിയിലൊക്കെ പേരെന്നാണ് ചിലരൊക്കെ അവിടെ പറയുന്നത്. എന്നാൽ അവരുടെ തലയിൽ പോലും ഒരു പേൻ തനിക്ക് അവിടെ വെച്ച് കാണാൻ സാധിച്ചിട്ടില്ല. ഓരോരുത്തർക്കും ഓരോ മാനറിസങ്ങൾ ഉണ്ടല്ലോ, അതിൽ മുടിചൊറിച്ചിലൊക്കെയുണ്ട്. അതിനർത്ഥം അവരുടെ തലയിൽ പേനുള്ളത് കൊണ്ട് ആവണമെന്നില്ല തല ചൊറിയുന്നതെന്നാണ് സരിക പറയുന്നത്. 24 മണിക്കൂറും താൻ രേണുവിന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു ഹൗസിൽ വെച്ച്. എന്നിട്ടും താൻ പേനൊന്നും രേണുവിന്റെ തലയിൽ കണ്ടിട്ടില്ല എന്നാണ് സരിക പറയുന്നത്.